നമസ്കാരം. ചിത്രകല, ശില്പം തുടങ്ങിയ മേഖലകളിൽ എപ്പോഴാണ് പെട്ടെന്ന് ഭാഗ്യം കടന്നു വരുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. ഒരു കാലത്ത് ചിത്രകല കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയാത്ത ഒരുപാട് കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇന്നാണെങ്കിൽ ആകെ അതിൻ്റെ കഥ മാറിയിരിക്കുന്നു. ചിത്രങ്ങൾക്കും ശില്പങ്ങൾക്കുമെല്ലാം ഇപ്പോൾ വലിയ വില നൽകി സ്വന്തമാക്കാൻ നിരവധി പേരുണ്ട്. ഒപ്പം ചില സ്ഥാപനങ്ങൾ നടത്തുന്ന ലേലത്തിൽ ഈ ചിത്രങ്ങളും ശില്പങ്ങളുമൊക്കെ വെച്ചാൽ അതിന് വലിയ തുകകൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പലപ്പോഴും ഈ മോഡേൺ ആർട്ട് എന്ന് പേരിട്ട് ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള ചില ചിത്രങ്ങളും ശില്പങ്ങളുമൊക്കെ വയ്ക്കാറുണ്ട്. ഇതാർക്കും മനസ്സിലായില്ല എങ്കിൽ പോലും ചിത്രമോ ശില്പമോ എന്താണെന്ന് ആർക്കും മനസ്സിലായില്ലെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള ചിത്രകാരൻ അല്ലെങ്കിൽ ശില്പി ആരാണ് എന്നുള്ള അവരുടെ പേര് മാത്രം വെച്ച് കോടികൾ വിറ്റുപോകുന്ന ഒരു പതിവും ഇന്ന് ലോകത്തുണ്ട്. മോഡേൺ ആർട്ട് എന്ന പേരിൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് ഇവർ ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ തന്നെ നിർമ്മിക്കുന്നത് എന്ന ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വളരെ അത്ഭുതകരമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ചിത്രത്തിൻ്റെ കാലപ്പഴക്കം, ചിത്രം വരച്ച കലാകാരൻ്റെ ഖ്യാതി തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൻ്റെ വില നിർണ്ണയിക്കുന്നതിൽ വലിയ ഒരു ഘടകങ്ങൾ തന്നെയാണ്. രവിവർമ്മയുടെയും ലിയോണാർഡോ ഡാവിഞ്ചിയുടെയും എല്ലാം പെയിൻറ്റിങ്ങുകൾ ഇന്നും വിലമതിക്കാൻ പോലും കഴിയാത്ത അത്രയും ഉയർന്ന മൂല്യം പുലർത്തുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ വാർത്തകൾ നിറയുന്നത് ഒരു സാദാ പഴം ഭിത്തിയിൽ സെല്ലോ ടേപ്പ് വെച്ച് ചുവരിലൊട്ടിച്ചിരുന്നത് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ലോകോത്തര കലാരൂപമായി മാറിയതാണ്. തീർന്നില്ല, ഈ പഴം ഇപ്പോൾ ലേലത്തിൽ വിറ്റുപോയിരിക്കുന്നത് 52 കോടി രൂപയ്ക്കാണ്. സോത്ബിയിൽ നടന്ന ലേലത്തിലാണ് ഈ ഒരു കലാരൂപം ഇത്രയും വലിയൊരു തുകയ്ക്ക് വിറ്റുപോയത്. 2019 ഡിസംബറിൽ മിയാമി ബീച്ചിലെ ആർട്ട് ബേസിലിൽ ഇത് ലേലത്തിനായി അന്ന് വെച്ചപ്പോൾ $1.5 കോടി വിലയിട്ടിരുന്നത്. അന്ന് ഈ കലാരൂപം കാണാൻ ഇവിടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് എന്നാണ് ആ ഗാലറി ഉടമകൾ പറയുന്നത്. ഒടുവിൽ ജനത്തിരക്ക് മറ്റു കലാരൂപങ്ങളെ ബാധിക്കുമെന്ന അവസ്ഥ എത്തിയപ്പോൾ അധികൃതർ ഇതെടുത്ത് മാറ്റുകയായിരുന്നു. മൗറീസിയോ കാറ്റ്ലാൻ എന്ന കലാകാരനാണ് കൊമേഡിയൻ എന്ന പേരിൽ ഈ ഒരു കലാരൂപം തീർത്തിരിക്കുന്നത്. മറ്റൊന്നുമില്ല, ഒരു പഴം ഒരു സെല്ലോ ടേപ്പ് ചേർത്ത് ചുവരിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കലാരൂപത്തിൻ്റെ പ്രത്യേകത. ആദ്യ കാലഘട്ടത്തിൽ ചുവരിൽ ഉറപ്പിച്ചിരുന്ന കൊമേഡിയനിലെ പഴം ആരോ എടുത്ത് കഴിച്ചതായിട്ടും പിന്നീട് മറ്റൊരു പഴം കൊണ്ടുവന്ന് അവിടെ ഉറപ്പിച്ചതായും ഒക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും വളരെ വിചിത്രമായ സംഭവം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ലോകമെമ്പാടും വൻ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഈ കലാരൂപത്തെക്കുറിച്ച് ന്യൂയോർക്ക് പോസ്റ്റിൽ വരെ വലിയ വാർത്തകൾ വന്നിരുന്നു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ഉദാത്തമായ കലാസൃഷ്ടി എന്ന നിലയിലാണ് കൊമേഡിയൻ ഇപ്പോൾ അറിയപ്പെടുന്നത്. എന്നാൽ ഇതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായും പലരും രംഗത്തെത്തുന്നുണ്ട്. മോഡേൺ ആർട്ട് എന്ന പേരിൽ വ്യാജ സൃഷ്ടികൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട് എന്നും അവയെ കളിയാക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഈ കൊമേഡിയൻ എന്ന പേരിൽ ഈ ഒരു പഴവും സെല്ലോ ടേപ്പും ചേർത്ത കലാരൂപം തയ്യാറാക്കിയത് എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. എന്താണെങ്കിലും നമ്മുടെ നാട്ടിലും ഒരു കാലത്ത് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ സിനിമ എടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഉച്ചപ്പടങ്ങളെന്ന് അറിയപ്പെടുന്ന സിനിമകൾ അത് കണ്ടാൽ ആർക്കും ഒന്നും മനസ്സിലാവുകയില്ലായിരുന്നു. പക്ഷെ അതിന് പലപ്പോഴും അവാർഡുകളും മറ്റും കിട്ടുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. എന്നാൽ ലോക സിനിമ എന്ന് പറയുന്നത് ഇതാണ് എന്നാണ് ഈ സിനിമ നിർമ്മിച്ച ആളുകളൊക്കെ തന്നെ അക്കാലത്ത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് കാലം മാറി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുമൊക്കെ തന്നെ ലോക സിനിമ കാണാനുള്ള അവസരം ലഭിച്ചപ്പോഴാണ് അവർക്കെല്ലാം പഴയ അക്കിടി മനസ്സിലാവുന്നത്. ലോക സിനിമ എന്ന് പറയുന്നത് മനുഷ്യന് കണ്ടാൽ മനസ്സിലാവുന്ന സിനിമകൾ തന്നെയായിരുന്നു. ഇത്തരം മനുഷ്യന് മനസ്സിലാകാത്ത സിനിമകളൊക്കെ തന്നെ അന്ന് നിർമ്മിച്ചിരുന്നത് അവാർഡ് ലഭിക്കുന്നതിനും അല്ലെങ്കിൽ അന്താരാഷ്ട്ര മേളകളിൽ പങ്കെടുക്കുന്നതിനൊക്കെ വേണ്ടി മാത്രമായിരുന്നുവെന്ന്. അതുതന്നെയാണ് ഇപ്പോൾ കലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കലാസൃഷ്ടി അതിന് വലിയ തോതിൽ വില ലഭിക്കണമെങ്കിൽ അതിൻ്റെ കാലപ്പഴക്കവും അത് തീർത്ത ശില്പി അല്ലെങ്കിൽ ചിത്രകാരൻ്റെയൊക്കെ തന്നെ അവരുടെ പ്രശസ്തിയും എല്ലാം ഇതിൻ്റെ വലിയൊരു ഘടകമാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഡാവിഞ്ചിയുടെയോ അല്ലെങ്കിൽ രവിവർമ്മയുടെയൊക്കെ ചിത്രങ്ങൾക്ക് ഇന്ന് വിലമതിക്കാൻ പോലും ആകാത്ത അത്രയും ഉന്നതമായ തുകയ്ക്കാണ് ഒരുപക്ഷെ അത് ലേലത്തിൽ വെച്ച് വിറ്റുപോകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ വളരെ സുരക്ഷയോടുകൂടിയാണ് ഇപ്പോൾ അത് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് അതിൻ്റെയൊക്കെ കാലം മാറി ഈ മോഡേൺ ആർട്ടിൻ്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നതിനെ പരോക്ഷമായി കളിയാക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരു കൊമേഡിയൻ ആ പേരിൽ തന്നെ അതുകൊണ്ട് ഒരുക്കിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ.